ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ നല്ലൊരു ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു മോൾഡിലുള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോന് സലാഹ് ഹൈൻ, അതാണ് പേര്. ഹൈന് മോനും ഞാനും കൂടെയാണ് ഈ ഒരു ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ല, ഇതേ മോഡലുള്ള ഇതേ ഷേപ്പിലുള്ള ചെറിയൊരു ചട്ടിയാണ് നമ്മൾ ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് എംസാൻഡാണ്. എംസാൻഡ് വേണം. ഒരു ഇതുപോലെയുള്ള ഈ ചട്ടകത്തിൻ്റെ 3 കോരി എംസാൻഡാണ് ഈ ഒരു പോട്ടിന് വേണ്ടത്. അതിന് ആനുപാതികമായിട്ട് ഒരു 1.5 സിമൻറ്റ് വേണം. ഇതിൻ്റെ ഒരു 1.5 സിമൻറ്റ് വേണം. അപ്പോൾ 2:1 റേഷ്യോയിലാണ് നമ്മൾ സിമൻറ്റും മണലും ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ്. ചട്ടിയിൽ ഉള്ളിൽ തേക്കാൻ വേണ്ടിയിട്ട് ഓയിലാണ് വേണ്ടത്. ഇവിടെ നമ്മൾ കരി ഓയിലാണ് എടുക്കുന്നത്. എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 3 കോരി എംസാൻഡ് എടുക്കുന്നു. എടുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ട സിമൻ്റാണ് എടുക്കുന്നത്. സിമൻറ്റ് ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പൊടിച്ചിട്ട് എടുക്കുകയാണ്. പിന്നെ മുമ്പ് ഒരുപാട് ചട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു എയർ കിടന്നിട്ടാന്ന് തോന്നുന്നു, ഒത്തിരി ഒരു ഉറപ്പ് വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ സിമൻറ്റ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ പോട്ട്. ഈ പോട്ടിലേക്ക് ഇത് നിറയ്ക്കണം. അതിന് മുൻപായിട്ട് പോട്ട് നന്നായിട്ട് എണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കരി ഓയിലോ എന്തെങ്കിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കരി ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വേസ്റ്റ് വന്നതാണ്, അപ്പോൾ നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ കരി ഓയിൽ നന്നായിട്ട് ഇതിൻ്റെ ഉൾവശത്ത് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചട്ടിയിൽ ഉൾവശത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു പോട്ട് കൂടെ വേണം. അത് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ ഈ ഒരു സ്പേസ് ഇടയിൽ ഉണ്ടാവുകയും വേണം. അപ്പോൾ ഈ ഒരു സ്പേസിൻ്റെ ഇടയിലേക്കാണ് നമ്മളിവിടെ സിമൻറ്റ് നന്നായിട്ട് ചേർക്കുന്നത്. അപ്പം നമ്മൾ ഈ പോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ പോട്ടിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന ഇതേ രൂപത്തിലുള്ള ഒരു ചെറിയ പോട്ടും കൂടെ വേണം. അതിൽ ഞാൻ എംസാൻഡ് നിറച്ചിട്ടുണ്ട്, ഒരു വെയിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് വേണം. അങ്ങനെയുള്ള ചട്ടി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് സിമൻറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഇറക്കി വെക്കണം. അതിന് മുൻപായിട്ട് ഈ പോട്ടിൻ്റെ പുറം ഭാഗത്തും നന്നായിട്ട് നമ്മുടെ ഓയിൽ തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എണ്ണ വരണം. അടിഭാഗത്തുമൊക്കെ തേച്ച് വെക്കണേ. അങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എണ്ണ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പോട്ട്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നോക്കിയാൽ അറിയുന്നത് ഹാങ്ങിങ് പോട്ടാണ്. അപ്പോൾ ഉള്ളിൽ ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ അത് മറയ്ക്കാൻ വേണ്ടി ചെറിയൊരു കടലാസ്, ഒരു കവർ പീസ് ഞാനിവിടെ വെക്കുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കവറ്. ഇനി ഇതിലേക്ക് നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ്. പിന്നെ ഡ്രെയിനേജ് ഹോളിന് വേണ്ടിയിട്ട് നമ്മളിതാ ചെറിയൊരു ഹോസിൻ്റെ കഷ്ണം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചതിന് ശേഷം സിമൻറ്റ് എടുത്ത് നിറയ്ക്കുകയാണ്. ഇത് നിറച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നന്നായിട്ട് കുത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ എയർ ബബിൾസ് ഇല്ലാതെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സിമൻറ്റ് മണൽ മിക്സ് എത്തുള്ളൂ.
ഇനി ഇതിലേക്ക് നമ്മുടെ ഈ പോട്ട് ഇറക്കി വയ്ക്കുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷം ഈ കാണുന്ന ഈ ഇടയിലേക്കൊക്കെ നമ്മുടെ സിമൻറ്റ് മണൽ മിക്സ് നിറയ്ക്കാം. എല്ലാ ഭാഗത്തും നിറയണം. ഇത് നമ്മൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുത്തി ഇറക്കി കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വരണം. അപ്പോൾ ഇതാ നമ്മുടെ ചെടിച്ചട്ടിൻ്റെ എല്ലാ ഭാഗത്തും നല്ല അളവിൽ സിമൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുത്തി ഇറക്കുക, ശേഷം നന്നായിട്ടൊന്ന് വടിച്ചെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതാ ഈ ചെടിച്ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെടിച്ചട്ടിക്ക് ഇതിൻ്റെ സൈഡും നല്ല കൃത്യത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ഭാഗത്തും അല്പം സിമൻറ്റ് പൊടി ഇവിടെ ഇടുന്നുണ്ട്. കുറഞ്ഞ അളവിലിട്ടാൽ മതി എല്ലാ ഭാഗത്തും. 1-2 സ്പൂണ് സിമൻറ്റ് പൊടി ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇടുക. ശേഷം അതുകൊണ്ടൊന്ന് വടിച്ചിട്ട് ഒന്ന് നേരെ ആക്കി എടുക്കുക. ഇതിനനുസരിച്ചാണ് നമ്മുടെ വക്കിൻ്റെ ആ ഒരു ക്ലീൻനെസ് വരുന്നത്. ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സെറ്റ് ഇത്രയേ ഉള്ളൂ, ഒരു ചട്ടി ഉണ്ടാക്കാനുള്ള പണി. ഇനി ഈ ഒരു സെറ്റ് നമുക്ക് ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ അനക്കാതെ വെക്കാം. അനക്കാതെ വെച്ചതിന് ശേഷം നമുക്ക് നടുവിലുള്ള ഇത് ഈസി ആയിട്ട് പൊക്കിയെടുത്തിട്ട് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഇത് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉറച്ച സമയത്ത് നമ്മൾ നടുവിലുള്ളത് പതിയെ എടുത്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക്, പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ ഉള്ളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുക. ശേഷം ഇതൊന്ന് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് എടുക്കുക. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉള്ളിലുള്ള എടുക്കുക. 4 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് അത്യാവശ്യം ഇതൊന്ന് കട്ട പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡ്രെയിനേജ് ഹോളും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഡ്രെയിനേജ് ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു ഹോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹോസാണ് നമ്മൾ ഇവിടുന്ന് അങ്ങ് എടുത്തു കളഞ്ഞാൽ ഡ്രെയിനേജ് ഹോളായി. അപ്പോൾ ഇത് അധികം കട്ട പിടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ നോക്കൂ, കറക്റ്റ് ഡ്രെയിനേജ് ഹോളുമായി. ഇനി ഈ ഒരു സെറ്റ് ഇനി ഇളക്കാൻ പാടില്ല. ഇതിനി ഒരു 24 മണിക്കൂർ നേരത്തേക്ക്, അതായത് നാളെ ഇതേ സമയത്ത് നമുക്കിത് കമിഴ്ത്തിയിട്ട് സെറ്റാക്കി എടുക്കാം. ഇതാ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കാം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് പതിയെ 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 ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. നമുക്ക് ഇത് ഒരു ദിവസം കഴിഞ്ഞത് കൊണ്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ഡ്രെയിനേജ് ഹോളൊക്കെ ഇതിനുണ്ട്. ഇതാണ് നമ്മുടെ ചട്ടി. നമ്മുടെ പെർഫെക്റ്റ് ചട്ടി ആയിട്ടുണ്ട്. അതേ ഷേപ്പ് തന്നെയുള്ള ചട്ടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ വൈറ്റ് സിമൻറ്റ് വെച്ചിട്ട് ഒരു കോട്ടിങ് കൊടുക്കണം. അതിനുശേഷം നല്ല ടെറാക്കോട്ട് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്താൽ ഒരു അടിപൊളി ചട്ടിയായി. അങ്ങനെ നമ്മുടെ 24 മണിക്കൂറിന് ശേഷം നമ്മുടെ ചട്ടി എടുത്തു. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ചിടണം. നനച്ചിട്ട് 1-2 ദിവസത്തിന് ശേഷം നമുക്കിതാ ഈ ഒരു വൈറ്റ് സിമൻറ്റ്, അത് കുറച്ച് മുന്നേ ഉപയോഗിച്ചതാണ്, ഈ വൈറ്റ് സിമൻറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ആദ്യത്തെ കോട്ടിംഗ് ആയിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയതാണ്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിൽ എണ്ണയുടെ അംശം ഉള്ളതുകൊണ്ടാണ് അധികം പിടിക്കാത്തത്. എന്നാലും സാരമില്ല, നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക.
ഇതിൻ്റെ ഹോളൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ട് അത് ഒരു 4-5 മണിക്കൂർ വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മുടെ ടെറാക്കോട്ട് പെയിൻ്റ് അടിക്കാൻ. അങ്ങനെ ഇതാ നമ്മുടെ ചട്ടിയുടെ വെള്ള സിമൻറ്റൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ ടെറാക്കോട്ട പെയിൻറ്റ്, ചെടിച്ചട്ടിക്കൊക്കെ അടിക്കുന്ന ടെറാക്കോട്ട പെയിൻറ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് കുറച്ചുകൂടി നല്ലത്. ഈ കാവിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതിലേക്ക് അടിക്കാം. പക്ഷേ മഴ കൊണ്ടാലൊക്കെ അത് പെട്ടെന്ന് ഒലിച്ചു പോകും. അപ്പോൾ ഏറ്റവും നല്ലത് ഇതായ ടെറാക്കോട്ട് പെയിൻറ്റാണ്. 200 രൂപ എങ്ങാനാണ് 1 ലിറ്ററിന്. പക്ഷേ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ പെയിൻറ്റ് അല്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് കലക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇവിടെ കലക്കിയിട്ടുണ്ട്. പെയിൻറ്റ് നന്നായിട്ട് കലക്കുക. അതാണ് നമ്മളിതിന് അടിച്ചു കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും നന്നായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ചട്ടി മറിച്ച് വെച്ച ശേഷം അതിൻ്റെ സൈഡിലൊക്കെ അടിച്ചു കൊടുക്കണം. ഈ രീതിയിൽ നന്നായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസത്തേക്കാണ് ഇത് നന്നായിട്ട് ഉണങ്ങുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചട്ടി റെഡിയായി. ഓക്കെ.